ഗെയ്സ്, അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഷിസു യുച്ചിഹയുടെ സീസൺ 2 നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നറൂട്ടോ സീരീസിലെ ഷിസു യുച്ചിഹ മരിച്ചില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടൊക്കെ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, സീസൺ 2 പാർട്ട് 1 നമുക്ക് കടക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിന്റെ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? കുറാമ അറ്റാക്കിന് കാരണമായ ആ മാസ്ക് വെച്ച ക്യാരക്ടർ ഒബീറ്റോ ആണെന്ന് മനസ്സിലാക്കി ജിറായ, ഷിസോയി, കക്കാഷി 3 പേരും ചേർന്ന് ഈ ഒബീറ്റോയെ പിടിക്കുന്നു. അതേസമയം ലീഫ് വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒറോച്ചിമാറുവും ഡാൻസോയും ചേർന്ന് വില്ലേജ് ആക്രമിച്ചപ്പോൾ നമ്മുടെ തേർഡ് ഹൊക്കാഗെയും ഡാൻസോയും ഇവിടെ മരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹ ഒറോച്ചിമാറുവിനെ പിടിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഇവിടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ലീഫ് വില്ലേജ് ആണ് കാണിക്കുന്നത്. ഇവിടെ തേർഡ് ഹൊക്കാഗെയായിട്ടുള്ള ഹിറുസൻ മരിച്ചതിന്റെ ഫ്യൂണറൽ ചടങ്ങിലാണ് കാണിക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളൂ. കാരണം ഒറോച്ചിമാറു വില്ലേജിനെ ആക്രമിച്ച സമയത്ത് പല പ്രധാനപ്പെട്ട ഷിനോബീസിനും പരിക്കു പറ്റിയിരുന്നു. കൂടാതെ നമ്മുടെ കക്കാഷി ആൻഡ് ഷിസോയി ഒബീറ്റിയുമായിട്ട് ഫൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. എന്നാൽ ജിറായക്ക് പരിക്ക് കുറവായതുകൊണ്ട് ഹിറുസന്റെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുമുണ്ടാകും. അങ്ങനെ അത് കഴിഞ്ഞ് പ്രിസണിൽ അടച്ചു വെച്ച ഒബീറ്റോ ആൻഡ് ഒറോച്ചിമാറുയെ കാണിക്കുന്നു. ഇവിടെ ഓൾറെഡി ഒറോച്ചിമാറു അക്കാട്സുക്കിയിൽ ഉണ്ടായ ഒരാളായിരുന്നു. പിന്നീട് തന്റെ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി അക്കാട്സുക്കിയിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ ഒറോച്ചിമാറുവിന്റെ സെല്ലാണ് കാണിക്കുന്നത്. ഒറോച്ചിമാറുവിന്റെ സെല്ലിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഒബീറ്റോയുടെ സെല്ല് ഉണ്ടാവുക. ഓൾറെഡി ഒറോച്ചിമാറുവിന്റെ സൈഡിലുള്ള ആൾ കുറാമ അറ്റാക്കിന് കാരണമായിട്ടുള്ള ഒബീറ്റോ ആണെന്ന് മനസ്സിലാക്കുന്നു. കാരണം തൊട്ടടുത്തുണ്ടായ കാവൽക്കാരൊക്കെ ഈ ഒബീറ്റോയെ പറ്റി പറയുന്നത് ഒറോച്ചിമാറു കേട്ടിരുന്നു. അങ്ങനെ ഒറോച്ചിമാറു അവിടെ നിന്നും സംസാരിക്കും. എന്നേക്കാൾ പവർഫുൾ ആയ ലീഫ് വില്ലേജിനെ തന്നെ വിറപ്പിച്ച നീ ഇത്ര വേഗം തോറ്റുപോയല്ലോ. നീ എന്നേക്കാൾ ഈവളാണെന്ന കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ നീ ഇപ്പോഴും റിന്നിനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ പെട്ടെന്ന് ഒറോച്ചിമാറു, ഞാനിത് പ്രതീക്ഷിച്ചതാണ്. എത്രയൊക്കെ എന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചാലും ഒരാൾ അത് കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഒറോച്ചിമാറു പറയും, വില്ലേജിൽ കുറാമ അറ്റാക്ക് നടന്ന ആ ഒരു സമയത്ത് തന്നെ ജിറയ്ക്ക് മുന്നേ തന്നെ ഞാൻ നിന്നെ പറ്റിയുള്ള റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ നിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. പക്ഷെ എനിക്കത് അറിയേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഇപ്പോൾ നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഒബീറ്റോ പറയും, ഒറോച്ചിമാറു, ദ ലെജൻഡറി സനിയിൽ ഒരാൾ, എന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നൈൻടേലിനെ വെച്ച് ഈ വില്ലേജിനെ തന്നെ ഇല്ലാതാക്കി എനിക്ക് പ്രിസണിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു നിമിഷം പോലും വേണ്ട. അതുകൊണ്ട് ഞാൻ ഇവിടെ വെറുതെ വന്നതാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഒറോച്ചിമാറുവിന് മനസ്സിലാകും ഒബീറ്റോ നമ്മുടെ വലയിൽ വീഴുന്ന ആളല്ല എന്ന്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. നമ്മുടെ കക്കാഷി ആൻഡ് ഷിസൂയി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പുറത്തു വരുന്നു. അങ്ങനെ ഇവർ ഇറങ്ങി പുറത്തെത്തിയപ്പോൾ തന്നെ ഇവരെ കാത്ത് നമ്മുടെ ജിറായ ഉണ്ടാകും. ഈ സമയം ഷിസൂയി പറയും, ഒരു വിധത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഞാൻ ഇനി ഉച്ചിഹയിലേക്ക് പോവുകയാണ്. എന്റെ ആവശ്യം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വിളിക്കണമെന്ന് ജിറയോട് പറഞ്ഞ് ഷിസൂയി നടന്നു പോകും. ഈ സമയം നമ്മുടെ കക്കാഷി ആണെങ്കിൽ ജിറയോട് ചോദിക്കും, ഒബീറ്റോ എവിടെയാണ്? എനിക്ക് അവനോട് സംസാരിക്കണം. ജിറയ പറയും, നീ ഇപ്പോൾ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവിടെ പോയി നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഷിസൂയി ആൻഡ് കക്കാഷി ആണെങ്കിൽ അവരവരുടെ വീട്ടിലേക്ക് പോകും. കക്കാഷി ആണെങ്കിൽ പതിയെ വീട്ടിലെത്തി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് കിടന്നപ്പോൾ തന്നെ അതാ കക്കാഷിയുടെ വീടിന്റെ ഡോറിലായി ആരോ മുട്ടുന്നു. പോയി നോക്കുമ്പോഴേക്കതാ നമ്മുടെ നറൂട്ടോ സാസ്കെ സാക്കുറ. അപ്പോൾ തന്നെ നമ്മുടെ നറൂട്ടോ പറയും, കക്കാഷി സെൻസെ വേഗം എഴുന്നേക്ക്. കുറച്ചുനാൾ കഴിഞ്ഞാൽ ചുനിൻ എക്സാം നടക്കും. അതിനു മുൻപ് ഒരുപാട് ശക്തനാവണം, പവർഫുൾ ആകണം എന്നൊക്കെ പറഞ്ഞ് കക്കാഷിയെ ശല്യം ചെയ്യാൻ തുടങ്ങും. ഈ സമയം കക്കാഷി പറയും, നമുക്ക് എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അത്ര വരെ ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് 3 പേരും സെഡായിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഷിസൂയെ നോക്കിക്കഴിഞ്ഞാൽ ഷിസൂയി ആണെങ്കിൽ പതിയെ നടന്ന് ഉച്ചിഹയിലെത്തി. അങ്ങനെ ഉച്ചിഹയിൽ നോക്കുമ്പോഴതാ പല വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ നമ്മുടെ ഒറോച്ചിമാറു ഡാൻസോയുടെ അറ്റാക്കിൽ പൊളിഞ്ഞു വീണിട്ടാണ് ഉള്ളത്. അതൊക്കെ അവർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ പല ആൾക്കാരും ഇറ്റാച്ചിയെ കുറിച്ച് ഇങ്ങനെ പ്രശംസിച്ച് പറയുന്നുമുണ്ട്. കാരണം ലീഫ് വില്ലേജിൽ ഒറോച്ചിമാറു അറ്റാക്ക് ചെയ്ത സമയത്ത് ഒറോച്ചിമാറുവിനെ എതിർത്തു നിന്നത് നമ്മുടെ ഇറ്റാച്ചിയാണ്. അപ്പോൾ ഉച്ചിഹയിലുള്ള എല്ലാവരും അത് പറഞ്ഞു നടക്കുന്നത് കണ്ട് നമ്മുടെ ഷിസൂയിക്ക് പെട്ടെന്ന് ഹാപ്പി ആകും. അങ്ങനെ ഷിസൂയി പതിയെ നടന്ന് തന്റെ റൂമിലെത്തി ഷിസൂയി ഒന്ന് വിശ്രമിക്കാൻ തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഹൊക്കാഗെ ഓഫീസാണ് കാണുന്നത്. കാരണം നിലവിൽ ഈ ഒരു ലീഫ് വില്ലേജിൽ ഇപ്പോൾ ഹൊക്കാഗെ ഇല്ല. തേർഡ് ഹൊക്കാഗെയായിട്ടുള്ള ഹിറുസൻ ഡാൻസോയുടെ അറ്റാക്കിൽ മരിച്ചുപോയി. ഓൾറെഡി നമ്മുടെ ഹിറുസൻ ആണെങ്കിൽ സുനാഡയോട് പറഞ്ഞിരുന്നു അടുത്ത ഹൊക്കാഗെ പദവിയിൽ സുനാഡയാണ് വരേണ്ടതെന്ന് ഹിറുസൻ പറഞ്ഞതാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സുനാഡയാണെങ്കിൽ ജിറായോട് പറയും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സുനാഡെ പറയുന്നുണ്ട്, ഒരു കണക്കിന് എന്നേക്കാൾ ഹൊക്കാഗെ പദവിയിൽ യോഗ്യനായിട്ടുള്ളത് നീയല്ലേ? അപ്പോൾ നീ തന്നെ ഹൊക്കാഗെ ആയിക്കോ. ഞാൻ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് എന്നിൽ തന്നെ ഞാൻ ഇതിന് യോഗ്യനായിട്ടുള്ള ആളല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ
ജിറയ പറയും, ഇതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ് സുനാഡെ, നീ ഒരിക്കലും നിന്നെ തന്നെ താഴ്ത്തരുത്, ആദ്യത്തെ ഫീമെയിൽ ഹൊക്കാഗെ എന്ന പദവി നീ തന്നെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഇവർ കാഷ്വൽ ആയിട്ട് സംസാരിക്കും. ഇതേ സമയം മറ്റൊരു സംശയം നിങ്ങൾക്ക് തോന്നും, അപ്പോൾ ഫുഗാക്കോ? ഈ ഒരു പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം ഫുഗാക്കോ ഓൾറെഡി സുനാഡയോട് പറഞ്ഞിരുന്നു, കാരണം ഞാൻ ഇനി ഹൊക്കാഗെ പദവിയിലേക്ക് നോക്കുന്നില്ല, കാരണം ഉച്ചിഹയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ജനങ്ങൾ എല്ലാവരും അറിഞ്ഞു, അതൊരു പരിധിവരെ സോൾവ് ആയി, എല്ലാത്തിന്റെയും കാരണക്കാരനായിട്ടുള്ള ഡാൻസോ പോലും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു പരിധിവരെ നമ്മളിപ്പോൾ ഓക്കെയാണ്, ഉച്ചിഹ പോലീസ് ഫോഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കോളാം എന്നും സുനാഡയോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് സുനാഡയാണെങ്കിൽ നമ്മുടെ ഷിക്കാക്കു നാരയുടെ അടുത്ത് പോയി ഒന്ന് ചോദിക്കുന്നുണ്ട്, കാരണം ഹൊക്കാഗെ സ്ഥാനത്തിരിക്കാൻ അത്രയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ് ഷിക്കാക്കു നാര. അങ്ങനെ സുനാഡെ ഷിക്കാക്കുവിനോട് ചോദിച്ച സമയത്ത് ലെജൻഡറി സനിയൻസ് ആയിട്ടുള്ള 2 പേർ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഹൊക്കാഗെ ആവുന്നത്, അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ തന്നെ ഹൊക്കാഗെ ആവുന്നതാണ് ഏറ്റവും അനുയോജ്യം. അങ്ങനെ ഇവരുടെയൊക്കെ അഭിപ്രായം കേട്ട് ഫൈനലി നമ്മുടെ സുനാഡയാണെങ്കിൽ ലീഫ് വില്ലേജിന്റെ 5th ഹൊക്കാഗെയായി മാറുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ കാണിക്കുന്നത് വില്ലേജിൽ ചുനിയൻ എക്സാം നടക്കാൻ പോകുന്നു. നമുക്കറിയാം ഈ ഒരു ചുനിയൻ എക്സാം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ആദ്യം ടെക്സ്റ്റ് എക്സാം ആണ് നടക്കുക, അതിനുശേഷം ഫോറസ്റ്റ് ഓഫ് ഡെത്ത്, പിന്നെ ഫൈനൽ എക്സാം. ഫൈനൽ എക്സാമിൽ തന്നെ 2 ഘട്ടങ്ങളും ഉണ്ട്. സീരീസ് കണ്ട നിങ്ങൾക്ക് ഇത് അറിയുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടി ഓരോ വില്ലേജിൽ നിന്നും പല കുട്ടികളും ഇവിടെ ലീഫ് വില്ലേജിൽ എത്തിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ സാൻഡ് വില്ലേജിൽ നിന്നും ഗാറ, ടെമരി, അതുപോലെ തന്നെ കാങ്കറു. ഇതിൽ തന്നെ നമ്മുടെ ഗാറയെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അത്രയധികം ഈവിൾ ആയിട്ടുള്ള ഒരു ചൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവനെ അങ്ങനെ ആക്കിയതും അവന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് തന്നെയാണ്, അവന്റെ സാഹചര്യവും അവന്റെ ആ ഒരു ഒറ്റപ്പെടുത്തലും കൂടി ഉണ്ടായർ ചതിച്ചതും എല്ലാം ഒക്കെ. കൂടാതെ നമ്മുടെ കാബൂട്ടയും ഈ ഒരു എക്സാമിൽ നുഴഞ്ഞു കയറി വരുന്നുണ്ട്. ആദ്യം ആ ഒരു ടെക്സ്റ്റ് എക്സാം ആണ് നടക്കുക, അതിൽ നമ്മുടെ സീരീസിൽ കാണിച്ചതുപോലെ നോർമലായി എല്ലാവരും പാസ്സാകും. അങ്ങനെ അത് കഴിഞ്ഞാണ് ആ ഒരു ഫോറസ്റ്റ് മിഷൻ നടക്കുന്നത്. ആ ഒരു കാട്ടിനുള്ളിൽ നിന്നും സീരീസിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ടീം 7 ആയിട്ടുള്ള നറൂട്ടോ, സാസ്കെ, സാക്കുറ ഇവർ 3 പേരും പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കും. ഇവിടെയാണ് നമ്മുടെ ഐക്കോണിക് ഫൈറ്റ് ആയിട്ടുള്ള റോക്ക്ലി വേഴ്സസ് ഗാറ ഫൈറ്റ് നടക്കുന്നത്. ഇതിലും നമ്മുടെ റോക്ക്ലിയുടെ ആ ഒരു കൈയും കാലൊക്കെ നമ്മുടെ ഗാറ പൊട്ടിച്ച് കളയുന്നു. അങ്ങനെ ഇനിയുള്ളത് ആ ഒരു ഫൈനൽ എക്സാം ആണ്. ആ ഫൈനൽ എക്സാമിന് വേണ്ടി എല്ലാവരും ട്രെയിനിങ് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു റോക്ക്ലിക്ക് ഉണ്ടായ പരിക്ക് കാരണം നമ്മുടെ സുനാഡയാണെങ്കിൽ മെഡിക്കൽ നിഞ്ചയിൽ നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്യണം എന്ന് തുടങ്ങി ഒരു ക്ലാസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ സാക്കുറയ്ക്ക് മെഡിക്കൽ ഫീൽഡിലാണ് താല്പര്യമെന്ന് പറഞ്ഞ് സുനാഡയുടെ ആ ഒരു ക്ലാസ്സിൽ പോയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ ഈ സമയം നമ്മുടെ കക്കാഷി ആണെങ്കിൽ നറൂട്ടോയും സാസ്കി ഇവിടെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തായിട്ട് നമ്മുടെ ജിറായ വരുന്നു. ജിറായ വന്ന ഉടൻ തന്നെ നറൂട്ടോയെ വിളിച്ച് ഞാൻ നറൂട്ടോയെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ആദ്യം നമ്മുടെ ഈ നറൂട്ടോ ആണെങ്കിൽ ജിറായെ കണ്ട് ഇതേതാ കിളവൻ, എന്നെ കക്കാഷി സെൻസെ തന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോഴാണ് കക്കാഷി സെൻസെ പറയുന്നത്, എന്നേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആളാണ് ഈ മുൻപിൽ നിൽക്കുന്നത്, നീ പോയി കഴിഞ്ഞാൽ എന്തായാലും കിഡ്ലൻ ജുട്സൂസ് ഒക്കെ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് നറൂട്ടോ ആ ഒരു വാക്കിലൊക്കെ വീണ് ജിറായുടെ കൂടെ പോകും. പിന്നെ ആ ഒരു നറൂട്ടോയും ജിറായും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ആദ്യമൊക്കെ നല്ല രീതിയിൽ ഫണ്ണായിട്ട് പിന്നെ നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് നറൂട്ടോയും ജിറായും തമ്മിൽ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ജിറായ പതിയെ ആ ഒരു ഐക്കോണിക് ജുട്സു ആയിട്ടുള്ള റസിംഗൻ നമ്മുടെ നറൂട്ടോയ്ക്ക് പഠിപ്പിച്ചും കൊടുക്കും. ഇതേ സമയം നമ്മുടെ കക്കാഷി നോക്കിക്കഴിഞ്ഞാൽ കക്കാഷിയും അതേപോലെ തന്നെ സാസ്കേക്ക് ലൈറ്റ്നിങ് റിലീസ് ആണെന്ന് മനസ്സിലായി ആ ഒരു ചിതോരിയും സാസ്കേക്ക് പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ ഇവിടെ നറൂട്ടോയും സാസ്കേയും മാത്രമല്ല ട്രെയിനിങ് ചെയ്യുന്നത്, നമ്മുടെ നെജി, അതുപോലെ തന്നെ ഷിക്കമാരു, ടെമാരി, ഗാറ, ഷീനോ, കാങ്കറോ, അതായത് ഫൈനലിൽ മത്സരിക്കാൻ പോകുന്ന എല്ലാവരും ഇവിടെ കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്യുകയാണ്. അങ്ങനെ എക്സാം നടക്കുന്നതിന്റെ തലേ ദിവസം നമ്മുടെ കക്കാഷി ആൻഡ് ജിറയാണെങ്കിൽ ഒബീറ്റോയെ കാണാൻ വേണ്ടി പോകും, അതായത് ആ ഒരു ജയിലിലേക്ക് പോകും. എന്നാൽ ജിറയാണെങ്കിൽ ആദ്യം നടന്നു പോകുന്നത് നമ്മുടെ ഒറോച്ചിമാറുവിന്റെ അടുത്താണ്. ജിറയാണെങ്കിൽ ഒറോച്ചിമാറുവിനെ കണ്ട ഉടൻ തന്നെ ചിരിക്കാൻ തുടങ്ങും. ഒറോച്ചിമാറു, നിനക്ക് എത്ര കിട്ടിയാലും നന്നാവില്ല, നീ എന്തൊക്കെ ചെയ്തു, എത്ര പേരെ കൊന്നു, എത്ര പേർ നിന്റെ റിസർച്ചിന് ഇരയായി, എന്നിട്ട് ഇത്ര കാലമായിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഒരു ഹ്യൂമൺ അങ്ങനെ ഇമോർട്ടൽ ആകാൻ കഴിയില്ല, നിന്റെ റിസർച്ച് വെച്ച് ഒരു പരിധിവരെ പവർഫുൾ ആകാം, എന്നാൽ ഇമോർട്ടൽ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഇത് കേട്ട് ഒറോച്ചിമാറു ആണെങ്കിൽ, ജിറായ നീ കരുതുന്നത് പോലെയല്ല, എന്റെ റിസർച്ചിലൂടെ എനിക്ക് ഇത് മാത്രമല്ല പല കാര്യങ്ങളും നേടാൻ കഴിഞ്ഞു, എനിക്ക് നിന്നെ പോലെ ഒരു മനുഷ്യനായി മരിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് ഇനിയും ജീവിക്കണം. ഇതേ സമയം കക്കാഷി ആണെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് ഒബീറ്റോയോട് സംസാരിക്കുന്നത്. ഒബീറ്റോ, നിനക്ക് ശരിക്കും എന്താണ് പറ്റിയത്? യഥാർത്ഥത്തിൽ ഞാൻ റിനിനെ മനഃപൂർവ്വം കൊന്നതല്ല, ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയി പോയത് കൊണ്ടാണ്. ഈ സമയം ഒബീറ്റോ പറയും, എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല കക്കാഷി, പക്ഷെ ഞാൻ ഇതിനെല്ലാം ഒരു അവസാനം കൊണ്ടുവരും. അങ്ങനെ ഈ സമയം ജിറായ ആണെങ്കിൽ ഒബീറ്റോയെ കുറിച്ച് സംസാരിക്കും. ഒബീറ്റോ, ഞാൻ അറിഞ്ഞെടുത്തോളം അവൻ എങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെട്ടു, പക്ഷെ അവൻ ഒരിക്കലും ഒറ്റയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. കൂടാതെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അവന്റെ കയ്യിൽ ഹാഷിരാമ സെൽസ് ഉണ്ട്. ഇതിന്റെയൊക്കെ പുറകെ നീയാണോ ഒറോച്ചിമാറു? ഇത് കേട്ടപ്പോൾ തന്നെ ഒറോച്ചിമാറു പറയും, എനിക്കതിന്റെ ആവശ്യമില്ല, ഓൾറെഡി ഞാൻ ഹാഷിരാമ സെൽസ് വെച്ച് ഒരുപാടധികം എക്സ്പെരിമെന്റ് ചെയ്തു, ഇനി എന്റെ
കയ്യിൽ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ആശ്രാമ സെൽസ് പോലും ഇല്ല. അപ്പോൾ ജിറയക്കും ഒറോച്ചിമാറുമായിട്ട് ഇവനൊരു പങ്കില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ഈ സമയം ഒബീറ്റോ കക്കാഷിയോട് പറയും, റിന്നിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ പോലും നീ യോഗ്യനല്ല കക്കാഷി. ഞാനിവിടെ പ്രസന്റിലാണെങ്കിലും ഒരു ദിവസം ഞാൻ പുറത്തു വരും. അന്ന് നിങ്ങൾ ഞാൻ ആരാണെന്നും എന്റെ ലക്ഷ്യം എന്താണെന്നും ശരിക്കും മനസ്സിലാകും. ഞാൻ എന്നാൽ ഇവിടെ ചെയ്ത് വലിയ തെറ്റെന്തെന്നാൽ എന്റെ ആ ഒരു ഷറിങ്കൻ നിനക്ക് തന്നു കക്കാഷി ഹാട്ടക്കെ. അങ്ങനെ ഇത് പറയുന്നതോടുകൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, ഇനിയാണ് പല കാര്യങ്ങളും മാറി മറിയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.